ഹലോ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നേ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഈയിടെ നടന്ന അഹമ്മദാബാദിൽ നടന്ന ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 242 പേര് ആ ഫ്ലൈറ്റ് ക്രാഷിലുണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 230 പേര് പാസഞ്ചേഴ്സും പിന്നെ ബാക്കി 10 പേര് ക്രൂ മെമ്പേഴ്സും ബാക്കി 2 പൈലറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് വെറും 4 മിനിറ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 2 പൈലറ്റ്സും ഭയങ്കര എക്സ്പീരിയൻസ് ആയ പൈലറ്റ്സ് ആണ്. അതിനകത്ത് ഒരാൾ അറൗണ്ട് 8,000 ഹവേഴ്സ് ഫ്ലൈറ്റ് ചെയ്തുള്ള ആളാണ്. പിന്നെ ഇത് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ബോയിങ്ങിൻ്റെ 787 ആണ്, ഡ്രീം ലൈനറാണ്. നമ്മൾ എയർ ഇന്ത്യ ഇത് നമുക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 2014 മുതലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ബോയിങ് ഡ്രീം ലൈനർ 787 2011 അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിത്ത് എല്ലാ ഫെസിലിറ്റീസും ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2011 അപ്പോൾ തന്നെ എയർ ഇന്ത്യ 2014 ഇത് നമുക്ക് എയർ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 2014 നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ 11 to 12 years ആയിട്ടുള്ളൂ ഈ ഫ്ലൈറ്റ് നമ്മൾ മേടിച്ചിട്ട്. ഇത് പഴയ ഫ്ലൈറ്റ് അല്ല. ഈ ഫ്ലൈറ്റിൻ്റെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 25 to 30 years, മോർ ദാൻ 30 years നമുക്ക് ഈ ഫ്ലൈറ്റ് റൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അറിയാം ഇത് അധികം പഴക്കമുള്ള ഫ്ലൈറ്റ് അല്ല. അപ്പം സോ അതുകൊണ്ടാണ് ഇവർ ഇത്രയും ലോങ് ജേർണിക്ക് വേണ്ടിയിട്ട് ഈ ഫ്ലൈറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ലണ്ടനിലേക്കാണ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 4 മിനിറ്റിലുണ്ടാണ് ഇത് നമ്മൾ ഫ്ലൈറ്റ് ക്രാഷ് ആയിരിക്കും. അപ്പം ഏകദേശം 600 ഫീറ്റാണ് ഈ ഫ്ലൈറ്റ് മേലിലോട്ട് പോയിരിക്കുന്നത്. ഈ 600 ഫീറ്റിൽ തന്നെയാണ് അതിന് മേലിലോട്ട് ക്ലൈംബ് ആയില്ല. പലരും പറയുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും മെയിനായിട്ട് 2-3 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എഞ്ചിനും കൂടെ ഇങ്ങനെ ഫെയിലിയർ ആവും. അങ്ങനെ സാധ്യത വളരെ കുറവാണ് അങ്ങനെ 2 എഞ്ചിനും കൂടെ ഫെയിൽ ആവാൻ. ചിലപ്പം ഒരു എഞ്ചിൻ ഫെയിൽ ആവും, ഒരുപാട് ബേർഡ്സ് വന്നിട്ട് എഞ്ചിനിലോട്ട് ടച്ച് ചെയ്യുമ്പം ചിലപ്പം എഞ്ചിൻ ഫെയിലിയർ ഉണ്ടാവും എന്ന് നമുക്ക് പറയാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ആ വീഡിയോസിൽ കാണുമ്പോഴേക്കും നമുക്ക് എഞ്ചിൻ ഫെയിലിയർ ആവാനുള്ള ബേർഡ്സ് ഒന്നും നമ്മൾ കാണുന്നില്ല. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആരും എക്സ്പ്ലെയിൻ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബ്ലാക്ക് ബോക്സ് നമുക്ക് കണ്ടെത്താതെ നമുക്ക് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. എങ്കിലും ലാൻഡിംഗ് ഗിയർ നോർമലി ലിഫ്റ്റ് ചെയ്യുന്നതാണ്. ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഫ്ലൂയിലിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ കാരണം, ഫോർ എക്സാമ്പിൾ 2 എഞ്ചിനും ഫെയിലിയർ ആവുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നമ്മൾ അടിച്ചിരിക്കുന്ന ഫ്ലൂയിൽ കണ്ടാമിനേഷനും വരും. അപ്പം ഫ്ലൂയിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിലും അതൊരു സാധ്യതയാണോ എന്ന് ചോദിച്ചാൽ സാധ്യതയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ 2 എഞ്ചിനും ഫെയിലിയർ ആവത്തുള്ളൂ. പക്ഷേ ഈ ഫ്ലൈറ്റ് ചെന്ന് ക്രാഷ് ചെയ്തിരിക്കുന്ന നോക്കുവാണെങ്കിൽ നമുക്ക് എഞ്ചിൻ ഫെയിലിയർ ആയിട്ടുള്ള യാതൊരു സിംറ്റംസും അതിനകത്ത് കാണുന്നില്ല. കാരണം ഫോർ എക്സാമ്പിൾ എഞ്ചിൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ എന്തെങ്കിലും സ്മോക്കോ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ലാൻഡിംഗ് ഗിയർ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ വേറെ എന്ത് സാധ്യതയാണ് നമുക്കിതിനകത്ത് മനസ്സിലാവുന്നില്ല. എല്ലാവരും ബ്ലാങ്കാണ്. കാരണം ഇത്രയും പാസഞ്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിട്ട് പോലും ഒരു പാസഞ്ചർ പോലും ഈവൻ ഒരു ഫോണിലോ, കാരണം അത്രയും ഹൈറ്റ് മേളിൽ പോയിട്ടില്ല. അപ്പം ഫോണിലായാലും എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഷെയർ ചെയ്യും. അതൊന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇങ്ങനെ ഇതാകാൻ പോവാണ്, ഫ്ലൈറ്റ് ഇതിങ്ങനെ മിക്കവാറും ചില ആൾക്കാരുടെ ഫ്ലൈറ്റ് മോഡ്സിലാണെങ്കിൽ പോലും പലരുടെയും ഫോൺ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും വോയിസ് മെസ്സേജോ എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ആൾക്കാർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ഇത് പിടികിട്ടുന്നില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ലാസ്റ്റിൽ അവിടുത്തെ പൈലറ്റ് മേഡേ എന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പുള്ളി അയച്ച മെസ്സേജാണ് നോ ട്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ്. ഇതാണ് പുള്ളി അയച്ച മെസ്സേജ്. ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പ്ലെയിന് ലിഫ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DGCA ഇത് ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നാലും മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എന്ത് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈയിടെ കേരളത്തിൽ 2 കപ്പലുകൾ ദുരന്തത്തിലേർപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇത് നമുക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഇതായിരിക്കുന്നു, അത് ഗുജറാത്തിൽ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടക്ട് ചെയ്ത ടെററിസ്റ്റ് അറ്റാക്കായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊന്നും നമുക്കിത് അറിയത്തില്ല. പക്ഷേ ഇത്രയും വളരെ ഒരു 4 മിനിറ്റ് കൊണ്ട് ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. അത് നമുക്ക് DGC ആയിരിക്കും ക്ലിയറായിട്ട് പറയേണ്ടത്. എങ്കിൽ പോലും ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ബ്ലാങ്ക് ഔട്ടായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനി വരുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിനകത്ത് നമുക്ക് വിവരങ്ങൾ കണ്ടെത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എങ്കിലും ബാക്കി ഫ്ലൈറ്റ്സുകളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇല്ല.
ആദ്യമായിട്ടായിരിക്കും നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരു ട്രാജഡി നടന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഇപ്പം പൈലറ്റിനെ ബ്ലെയിം ചെയ്യുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം പൈലറ്റ് നല്ല രീതിയിൽ പറപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും പൈലറ്റിനെ എല്ലാവരും ബ്ലെയിം ചെയ്യും. അത് സംഭവം നടക്കുന്ന കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, കാരണം അബദ്ധത്തിൽ ലാൻഡിങ് ഗിയർ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി ഫ്ലാപ്പ് ലിഫ്റ്റ് ചെയ്തോ എന്നൊരു സംശയം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഫ്ലൈറ്റ് മേലിലോട്ട് ലിഫ്റ്റ് ആവാത്തത് എന്നും ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൃത്യമായി നമുക്കറിയത്തില്ല. എങ്കിലും നമ്മൾ ഇനി വരുന്ന ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് നമുക്കുള്ള വിവരങ്ങൾ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഇത്രയും പേര് മരിച്ചത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഇത്രയും പേര് എത്ര സ്വപ്നങ്ങളായിട്ട് ലണ്ടനിലേക്ക് പോയ ആൾക്കാരായിരിക്കും. അതിനകത്തൊരു മലയാളി ഉണ്ടായിരുന്നു. അവർ ഒമാനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് UK ഒരു വർഷമായിട്ടുള്ള പുള്ളിക്കാരി പോയിട്ട്. ഒരുപാട് സ്വപ്നങ്ങളായിട്ടുള്ള ഒരുപാട് പേര് ഇതിനകത്തുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്തായാലും ഇത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് കണ്ടെത്തണം, നമ്മൾ അറിയണം. താങ്ക് യു വെരി മച്ച്.